ജവന്തി ഇതിപ്പോ വല്ലതും നടക്കുവോ? എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായെന്ന്. അവിടെ പോയി ഇരുന്നോ? അതെ, നിനക്കൊരു 5 മണിക്കോ 6 മണിക്കോ എണീറ്റ് വല്ല കുഴപ്പമുണ്ടോ? ഇത് ഈ പോത്ത് പോലെ കിടന്ന് ഉറങ്ങിയിട്ടല്ലേ? ഏട്ടാ, ഞാൻ 5 മണിക്ക് എണീറ്റ് കുളിച്ച് അടുക്കളയിൽ കയറിയതാ. അങ്ങനെ 7 മണിയാകുമ്പോ എണീറ്റ് വരും. എന്നിട്ട് ഇവിടുത്തെ കാര്യമൊന്നും അറിയണ്ടല്ലോ. എന്റെ പൊന്ന് കനക, അവിടെ പോയി ഇരിക്കും. ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ, കൊണ്ട് തരാം. സമയമായെന്ന്. സമയമായി. അമ്മേ, ഇത് നോക്കിയേ. ഇനി ഇതിന് ഉപ്പില്ലെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കും. മതിയോ? ഉപ്പ് എന്താ? ഉപ്പ് ഉപ്പില്ലേ? എന്നാ പിന്നെ അമ്മ എവിടെയാണ്? ഉപ്പ് ഞാൻ ഇവിടെ വെച്ചില്ല. എവിടെ? എടി, അവിടെ എവിടെയും കൊണ്ടുവയ്ക്കാനാണ്. എങ്ങനെ നന്നാമത് ചുമ്മാ അല്ല എന്റെ വായിരിക്കുന്ന അത്രയും കേൾക്കുന്നത്. എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുവയ്ക്കും. അമ്മയ്ക്ക് മോനെ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം, എന്നെ പറഞ്ഞു. കോൺഗ്രസിനകത്ത് വിഴുപ്പലൊക്കെ പോകും. ഇങ്ങനിപ്പോൾ ആൾക്കാരും ജോലിക്ക് പോകില്ല. പത്രമൊക്കെ മാറ്റി ധൃതിയൊക്കെ കഴിഞ്ഞോ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഈ ജാതി ചൂടുള്ള സാധനങ്ങൾ എന്റെ മുമ്പിൽ കൊണ്ടുവെക്കരുതെന്ന്. മനുഷ്യന്റെ അണ്ണാക്ക് വരെ പൊള്ളി. ഏട്ടന് വിചാരിക്കുമ്പോ സാധനം കിട്ടോ വേണം, എന്നിട്ട് എന്നെ കുറ്റം പറയാൻ വേണം. എടുത്തോണ്ട് പൊടിയത് ജമന്തി എന്താ ഇവിടെ കൊണ്ടുവെക്കടി. അപ്പൊ വേണോ? പറയുന്നതിന് മുമ്പ് എടുത്തോണ്ട് പോണതിന് അങ്ങനെ വഴിക്കുവാ. പിന്നെ കട്ടൻ വേണോ ചായ വേണോ? എന്താ പതിവില്ലാത്തൊരു ചോദ്യം? അല്ല, ഇന്നലെ ഏട്ടൻ പറഞ്ഞല്ലോ പാല് ശരീരത്തിന് കേടാണ്, അതുകൊണ്ട് ഇനി മുതൽ കട്ടനെ കുടിക്കുന്നുള്ളെന്ന്. കട്ടൻ വേണോ ചായ വേണോ? നീ സാധാരണ എടുത്തോണ്ട് വന്നാ മതി. ഇല്ല, സാധാരണ എടുത്തപ്പോഴല്ലേ ഇന്നലെ പാല് പാർന്ന ചായ എടുത്തോണ്ട് വന്നോ? ആണോ? അപ്പൊ ഇന്ന് കുഴപ്പമൊന്നുമില്ലല്ലേ? ഇന്നലെ ഞാൻ ചായ കൊണ്ടുവന്നപ്പോഴേക്കും കട്ടൻ മതി എന്ന് പറഞ്ഞ എന്താ അലർച്ചയായിരുന്നു. എന്റെ ദൈവമേ, വല്ലാത്തൊരു കഷ്ടപ്പാട് തന്നെയാണ്. എന്താ ഏട്ടാ? നീ ചായ എടുത്തോണ്ട് വാ ജമന്തി, കളിക്കാൻ നിൽക്കാതെ. ഏട്ടാ, ചായക്ക് പഞ്ചസാര വേണോ? അല്ല, കഴിഞ്ഞ ദിവസം ഷുഗറിന്റെ കാര്യമൊക്കെ പറയുന്ന. നീ ഞാനൊരു കുത്തു. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? അല്ലമ്മേ, കഴിക്കാൻ താന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അത് ഞാൻ കൊടുത്തപ്പോഴേക്കും ആക്രാന്തം പിടിച്ച് കൈയും വായൊക്കെ പൊള്ളിച്ചു. എന്നിട്ട് ഇപ്പൊ എന്നോട് വഴക്കുണ്ടാക്കുവോ? എടി, ഇത് ആ ഫാനിന്റെ കീഴിൽ വെച്ചൊന്ന് തണുപ്പിച്ചോണ്ട് കൊടുത്താൽ നിനക്ക് വലുവാൻ വരുമായിരുന്നാ? ഇവളാ നന്നായി പോയി. അമ്മ കഴിക്കുന്നില്ലേ? എന്റെ പൊന്നെ, ചോദിക്കാനെങ്കിലും ഒരു മനസ്സുണ്ടായല്ലോ എന്റെ പൊന്നു മോന്. ഏട്ടാ, ഈ അമ്മയുടെ സ്വഭാവം എനിക്ക് അങ്ങോട്ട് മനസ്സിലാവണില്ല. ചില സമയത്ത് ഏട്ടനെതിരെ നിൽക്കും, ചില സമയത്ത് എനിക്കെതിരെ നിൽക്കും. അതെട്ടാ അങ്ങനെ? അമ്മ അങ്ങനെ പല രീതിയിൽ നിൽക്കും. അങ്ങനെ നിന്നോട്ടെ, പക്ഷെ നമ്മൾ ഒരേ രീതിയിൽ പെരുമാറിയാൽ മതി. അതെന്ത് രീതിയാ? സ്നേഹം, കരുണം, വിനയ ഇതൊക്കെ കാണിക്കണം അമ്മയോട്. എന്താ കാര്യം? പെൻഷൻ കിട്ടുമ്പോ അതിന്റെ ഒരു വീതം വാങ്ങിക്കണ്ടേ? അയ്യടാ, അതിന് പെൻഷൻ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തില്ലേ? അതൊക്കെ അമ്മാവ് ശരിയാക്കുമെന്ന് പറഞ്ഞല്ലോ. അമ്മാവ് ശരിയാക്കിയാ മതി. പക്ഷെ എന്നാലും ഒരു കാര്യമുണ്ട്, ഏട്ടനും അമ്മയ്ക്കും ചില നേരത്ത് ഒരേ സ്വഭാവ. രണ്ടിന്റെ വർത്താനം കേൾക്കുമ്പോണ്ടല്ലോ എനിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു വരും. അപ്പൊ ഇതുപോലെ ചൂടുള്ള വല്ല എടുത്ത് അണ്ണാക്കൽ ഇട്ടാൽ മതി, അപ്പൊ മാറിക്കോളും. ഭയങ്കര ഐഡിയ ആയിപ്പോയി. നീ പോയി ചായ എടുത്തോണ്ട് വരുന്നുണ്ടോ? പാൽ ചായ. പഞ്ചസാര വേണോ ഏട്ടാ? ചവറ് നീങ്ങുന്നതും ഇല്ലല്ലോ എൻ്റെ ദൈവമേ. അല്ലാതെ എങ്ങനെയാ നീങ്ങാൻ? രാത്രി എന്തൊരു വിശർമഴയായിരുന്നു എന്ന് വെച്ച് രാവിലെ തൂക്കാതിരിക്കാൻ പറ്റുമോ? കഷ്ടം തന്നെ. മക്കള് ടീച്ചറിൻ്റെ അടുത്ത് പറ, അച്ഛന് ഒരാളിച്ചിരി പൈസ തരാറുണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഫീസ് അടയ്ക്കാന്ന് പറ കേട്ടോ. പിന്നെ അമ്മച്ചിക്ക് ഉമ്മ എടുത്തിട്ടോണം പോവാൻ. അതൊന്നും എനിക്ക് അറിഞ്ഞൂടി, അച്ഛൻ പറയണ്ട, ഞാൻ ദിവസം അമ്മ പോലെ ചാച്ചാ. അമ്മ, എന്നാ ഉണ്ട് വിശേഷം? അയ്യോ, എന്തോന്നടാ, ഇന്നലെ സന്ധ്യക്കല്ലേ നീ എൻ്റെ അടുത്തൊന്ന് വർത്താനം പറഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങിയത്? വെളുക്കുന്നതിന് മുമ്പ് എന്തോന്ന് വിശേഷം പറയാൻ? അല്ലേ മച്ചി? പോയിട്ടോ മക്കളെ. ഇന്നലെ ഇവിടെ ഭയങ്കര ഒരു വിശേഷം ഉണ്ടായി, അമ്മ അറിഞ്ഞോ? അയ്യോ, വെളുക്കുന്നതിന് മുമ്പ് എന്താടാ അത്ര വലിയ വിശേഷം? ഇന്നലെ ഭയങ്കര പട്ടി കൊറയായിരുന്നു. അത് ഇന്നലെ ഭയങ്കര കാറ്റും വെച്ചറും ഒക്കെ അല്ലായിരുന്നു പട്ടി കൊരയ്ക്കും. അമ്മ അതൊന്നും അല്ല അമ്മ, പിന്നെ ചുറ്റും കള്ളന്മാരല്ലേ. കള്ളന്മാര് പല തരത്തിലുണ്ട്. കൂടെ കിടന്നവനെ വള്ളക്കി കുത്തിട്ട് പെങ്ങളെ അടിച്ചു മാറ്റി കൊണ്ടവനും കള്ളൻ തന്നെ. പെരും കള്ളൻ. അതെ, പെങ്ങളെ അടിച്ചോണ്ട് പോയി ഞാനങ്ങ് പോയില്ലല്ലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ.
കറണ്ട് ഓഫീസിൽ നിന്ന് സാധനങ്ങൾ അടിച്ചോണ്ട് പോകണമാരാ അതിനേക്കാളും വലിയ കള്ളന്മാര്. അത് നിന്റെ തന്ത കന്നാലി മത്തായി. തന്തയ്ക്ക് പറഞ്ഞോണ്ടല്ലോ. എന്ത് പറയുന്നീ? എനിക്ക് തിരിച്ചു പറയാൻ അറിഞ്ഞു തുടങ്ങിയിട്ടൊന്നുമല്ല. പറയടാ. അമ്മയെ ഓർത്തിട്ട് മാത്രമാണ്. അല്ല നീ പറഞ്ഞോ, പറ. എനിക്ക് പറയാൻ അറിയാടാ. എനിക്ക് പറയടാ. ഞാൻ പറയും. എന്തെവിടെ ഞാൻ പറയുന്നു ഞാൻ കള്ളനാണെന്ന്. എടി ഞാൻ ഈ വീട്ടിൽ നിന്ന് നിന്നെ അല്ലാതെ വേറെ എന്തെങ്കിലും കട്ടോണ്ട് പോയിട്ടുണ്ടാ? അല്ലെങ്കിൽ ഇവര് ക്ലീറ്റുവിനെ കണ്ടുകൂടാ. ക്ലീറ്റുവിനെ കാണുമ്പോ എന്തിനാ ഇവനിങ്ങനെ ചീത്ത വിളിക്കണേ? ഞങ്ങൾക്ക് തിരിച്ചു പറയാൻ അറിയാവുന്ന പറയടി. പറയും. ഇത് എന്തിനാ നാത്തൂനെ ഇത്? ആണുങ്ങൾ തമ്മിലുള്ള കാര്യം അവര് തമ്മിൽ പറഞ്ഞു തീർത്തോളൂ. നീ ആരാ എന്നെ ഭരിക്കാൻ വേണ്ടിട്ട്? നീ എന്റെ അമ്മായിയമ്മയാ? അമ്മായിയമ്മയ്ക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാത്ത ആളാ ഈ അമ്മായിമ്മ പറ്റി പറയുന്നേ. അയ്യോ, അവളങ്ങ് ഉരുട്ടി ഉരുട്ടി കൊടുക്കല്ലേ അവളുടെ അമ്മായിയമ്മയ്ക്ക്. പറഞ്ഞു കൊടുക്കമ്മേ. എന്റെ സ്വന്തം അമ്മയെ പോലെ ഞാൻ നോക്കുന്നേ. അല്ലേ അമ്മേ? ഒന്ന് നീ കയറി പൊടിയകത്ത്. ഞാനെന്തിനാ കണ്ട വരുത്തിയുടെ വർത്താനം കേട്ട് കയറി പോണത്? ഇതേ എന്റെ അച്ഛന്റെ പറമ്പ. ഞാൻ നല്ല ധൈര്യമായിട്ട് നിൽക്കും. ഞാൻ അങ്ങനെ വലിഞ്ഞു കയറി വന്നൊന്നുമല്ല. അപ്പൊ ഞാൻ വലിഞ്ഞു കയറി വന്നാണ് എന്താ സംശയം? അതെ അതെ, ഞാൻ വലിഞ്ഞു കയറി വന്നിട്ടുണ്ടെങ്കിലേ ഒരു ജന്മത്തേക്ക് കഴിയാനുള്ളത് കൊണ്ട് ഇങ്ങോട്ട് വന്ന് അതിന്റെ ഓശാരം തിന്ന് എന്നെ ചീത്ത വിളിക്കാൻ വന്നേക്കണോ? അമ്മേ കനക അവിടെ കയറി പാൻ പറ. അവളോട് എങ്ങോട്ട്? അവിടെ വീട്ടിലേക്കോ? ഇവിടെ അകത്തോട്ട് കയറി പാൻ പറയായി. ജമന്തി നീ കയറിപ്പോ. പിന്നെ ചുമ്മാ അല്ലേ കണ്ടാ എന്റെ ഭാര്യ ഞാൻ പറഞ്ഞ കേൾക്കും. അത് തന്നെ. അതിപ്പോ ഏത് കൊഞ്ഞാളന്മാര് പറഞ്ഞാലും ഭാര്യമാര് കേൾക്കും. തങ്കം നീ കയറിപ്പോ. എനിക്ക് മനസ്സില്ല ഇങ്ങോട്ട് കയറി പോവാൻ. ഇപ്പൊ ആരാ കൊഞ്ഞാണെന്ന് മനസ്സിലായല്ലോ. ഞാൻ ക്ലീറ്റുവിനോടല്ല പറഞ്ഞത്. മനസ്സിലായി. മനസ്സിലായെങ്കിൽ നീ പോ. രാവിലെ ഇറങ്ങിക്കോളും തല്ലുപിടിക്കാൻ വേണ്ടിട്ട്. പിന്നെ കള്ളന്മാരാരാന്ന് നമുക്കറിയാം. വാ ക്ലീറ്റു, അവന്മാരുടെ ഓർത്താനും നമ്മൾ കാണുന്നെന്തിനാ? വിളിച്ചോണ്ട് ഓടിയാത്തു. എന്താണ് എന്താണ്? ബ്രഷ് എടുത്തില്ല. നാളെ പല്ല് കേൾക്കണ്ടേ? നിനക്ക് ആഫീസിൽ പോകണമെന്ന് പറഞ്ഞാൽ എന്തോ ഒരു വെപ്രാളായിരുന്നു. എന്തോ ഒരു ആവിയോടെ അനപ്പടല്ലേ വാരി തിന്നത്. എന്താ ഇതിനൊക്കെ പോണ്ടേ? അതിന് വേണ്ടി ഇറങ്ങിയതല്ല അമ്മ. അപ്പോഴല്ലേ ഈ മാതിരി ചൊറിച്ചില്. എന്ന് വെച്ചാൽ ഇപ്പൊ എന്തോ ഞാൻ നോക്കും. ഇതാ പണ്ടേ അച്ഛൻ പറഞ്ഞിട്ടില്ലേ, കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവന്മാരെ കുടുംബത്തിൽ കയറ്റാൻ പാടില്ലാന്ന്. അതുമല്ലോ ഇന്നിപ്പോ പറഞ്ഞിട്ട് കാര്യമുണ്ടാ? എടാ അതുകൊണ്ടല്ലേ നാട്ടുകാർ അറിയുന്നതിന് മുമ്പ് ഞാൻ ഈ ഇവിടോട്ടൊന്ന് പിടിച്ചാക്കിയത്. നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ ഈ വക സാധനങ്ങൾ ഇതിനകത്ത് കയറ്റണ്ടാന്ന്. അപ്പൊ നിങ്ങൾ കേട്ടില്ലല്ലോ. ഇനി അനുഭവിച്ചോ. നിന്നെ പോലെ അല്ലേടാ അവളും എനിക്ക്. നിന്നെ പോലെ ഞാൻ അവളെ പെറ്റതല്ലേ. ദൈവമേ, എന്റെ പൊന്നാങ്ങളുടെ അടുത്തെങ്ങാണ്ടും പോയി നിൽക്കാന്ന് വെച്ചാ മനസമാധാനത്തോടെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? രണ്ടും കൂടെ തമ്മി തല്ലി ചാവൂലേ?